Hi students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന വിവിധ മാനേജ്മെൻറ്റ് പ്രാക്ടീസസിനെ കുറിച്ചാണ് പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന ആനിമൽ ബ്രീഡിംഗ് എന്ന ഒരു പുതിയ ടോപ്പിക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആനിമൽ ബ്രീഡിംഗ് എന്താണ്? ആനിമൽ ബ്രീഡിംഗ് itself means mating. Animal breeding means mating of animals. Animal breeding inde ലക്ഷ്യം എന്താണ്? What are the aims of animal breeding? നമ്മളൊരു പുതിയ ഇനം മൃഗങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ്? നിലവിലുള്ള വെറൈറ്റികളിൽ നിന്നും ശ്രേഷ്ഠ സ്വഭാവമുള്ള പുതിയ ഇനങ്ങളെ ഉണ്ടാക്കിയെടുക്കാനാണ് ബ്രീഡിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആനിമൽ ബ്രീഡിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത് ഇൻക്രീസ് ദി ഈൽഡ് ഓഫ് ആനിമൽസ്, ഉൽപാദനക്ഷമത കൂട്ടുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഉദ്ദേശം. സവിശേഷമായ ഗുണങ്ങളെല്ലാം കൂടി വരുന്ന ബ്രീഡ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആനിമൽ ബ്രീഡിങ്ങിൻ്റെ എയിം എന്താണ്? ഇൻക്രീസിങ് ദി yield of the animals and improving the desirable qualities of the produce. എന്താണ് ബ്രീഡ് എന്ന് വെച്ചാൽ? ഇനം, നല്ല ഇനം. എന്താണ് നല്ല ഇനം മൃഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The term breeds refers to group of animals within the species related by descent and similar in most characters such as general appearance, size, features, configuration, etc. ഒരേ സ്പീഷീസിലുള്ള ഒരേ വംശ പരമ്പരയിൽപ്പെട്ട ബാഹ്യരൂപത്തിലും ലക്ഷണത്തിലും ആകൃതിയിലും ഘടനയിലുമൊക്കെ സാമ്യതയുള്ളതുമായ ആനിമൽസിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത ഇനം ബ്രീഡുകളെയാണ് കാണിച്ചിരിക്കുന്നത്. ജേഴ്സി എന്ന കൗ, ലഗോൺ എന്ന ഒരു കോഴിയുമാണ് കാണിച്ചിരിക്കുന്നത്. ആനിമൽ ബ്രീഡിങ്ങിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ഇൻബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. എന്താണ് ഇൻബ്രീഡിംഗ്? ഇൻബ്രീഡിംഗ് ഈസ് ദ മേറ്റിംഗ് ഓഫ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം ബ്രീഡ് for 4 to 6 generation. മോർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം, സെയിം ബ്രീഡിലെ തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ മേറ്റ് ചെയ്യിപ്പിക്കുന്നത് 4 to 6 generations. ഇൻബ്രീഡിംഗ് എന്താണെന്ന് നമുക്ക് ഒരു ഉദാഹരണം വഴി നോക്കാം. നോക്കൂ, ഒരു സുപ്പീരിയർ ജേഴ്സി കൗ ഫീമെയിൽ പാരൻ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സുപ്പീരിയർ ജേഴ്സി ബുള്ളിനെ മെയിൽ പാരൻറ്റുമായിട്ട് സെലക്ട് ചെയ്തു. അപ്പം രണ്ടും ജേഴ്സി വിഭാഗത്തിൽപ്പെട്ട മെയിൽ പാരൻറ്റും ഫീമെയിലുമാണ്. ഇവയെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഇവയെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് F1 ജനറേഷൻ കിട്ടും. അപ്പം എന്താ ചെയ്തത്? സുപ്പീരിയറായിട്ടുള്ള ഒരു ജേഴ്സി കൗ ഈസ് മേറ്റഡ് വിത്ത് superior jersey bull to produce F1 generation. More offsprings are produced in the F1 generation. ഈ ഓഫ്സ്പ്രിങ്സിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള മെയിലിനെയും ഫീമെയിലിനെയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അവയെ എഗൈൻ ദേ ആർ മേറ്റഡ്, പിന്നെയും മേറ്റിങ്ങിന് അനുവദിക്കുക. ആൻഡ് പ്രൊഡ്യൂസ് ദ F2 generations. ക്ലിയർ? ഒരു സുപ്പീരിയർ ജേഴ്സി കൗവിനെ നമ്മളൊരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ബുള്ളുമായി മേറ്റ് ചെയ്യിപ്പിച്ചു. മേറ്റ് ചെയ്യിപ്പിച്ചിട്ട് F1 ജനറേഷൻ ഉണ്ടാക്കി. F1 ജനറേഷനിൽ ഉള്ള ഓഫ്സ്പ്രിങ്സിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള മെയിലിനെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഫീമെയിലുമായി ക്രോസ് ചെയ്യിപ്പിച്ച് വി പ്രൊഡ്യൂസ് ദ നെക്സ്റ്റ് ജനറേഷൻ, ദാറ്റ് ഈസ് F2 ജനറേഷൻ. അപ്പോൾ F1 ജനറേഷനിലെ ഇൻഫീരിയർ ആയിട്ടുള്ള പ്രോജനീസ്, സുപ്പീരിയർ അല്ലാത്ത മറ്റ് പ്രോജനീസിനെ നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. സുപ്പീരിയർ ആയിട്ടുള്ളത് മാത്രമേ സെലക്ട് ചെയ്ത് മേറ്റ് ചെയ്ത് F2 ജനറേഷൻ ഉണ്ടാക്കുന്നുള്ളൂ. F2 ജനറേഷനിലെ
ഓസ്പ്രിങ്സിൽ ഏറ്റവും സുപ്പീരിയറായിട്ടുള്ള മെയിലിനെയും ഏറ്റവും സുപ്പീരിയറായിട്ടുള്ള ഫീമെയിലിനെയും സെലക്ട് ചെയ്ത് മേറ്റ് ചെയ്യിപ്പിച്ച് F3 ജനറേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇല്ല എങ്കിൽ F2 ജനറേഷനിലെ ഓസ്പ്രിങ്ങിനെ F1ലെയോ F2ലെയോ സുപ്പീരിയറായിട്ടുള്ള ഇൻഡിവിജ്വലുമായി ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, F3 ജനറേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി എങ്ങനെയായിരിക്കണം F4 ജനറേഷൻ ഉണ്ടാക്കുന്നത്? F4 ജനറേഷൻ ഉണ്ടാക്കുന്നത് F3ലെ ഓസ്പ്രിങ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിലെ സുപ്പീരിയർ മെയിലിനെയും അതിലെ സുപ്പീരിയർ ഫീമെയിലിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇൻഫീരിയർ പ്രോജനീസ് എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. സെലക്ട് ചെയ്ത സുപ്പീരിയർ മെയിലും സുപ്പീരിയർ ഫീമെയിലും മേറ്റ് ചെയ്യിപ്പിക്കും. അല്ല എങ്കിൽ ഒരു തരത്തിൽ കൂടി മേറ്റിംഗ് നടത്താം. എങ്ങനെയാണ്? നമ്മൾ F3 ജനറേഷനിലെ സുപ്പീരിയർ മെയിലോ ഫീമെയിലിനെയോ നമുക്ക് F2ലെയോ F1ലെയോ സുപ്പീരിയറായിട്ടുള്ള ഇൻഡിവിജ്വലുമായും ക്രോസ് ചെയ്യിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, F4 ജനറേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ മേറ്റിംഗ് നടത്തി F6 ജനറേഷൻസ് വരെ നമുക്ക് പുതിയ ഓസ്പ്രിങ്സ് ഉണ്ടാക്കുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഓരോ ജനറേഷനിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇൻഫീരിയർ പ്രോജനീസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓരോ ജനറേഷനിലും ഇൻഫീരിയർ പ്രോജനീസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത്? റിസസീവ് ജീൻസ് ആണ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. സപ്പോസ് നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് F6ലെ പ്രോജനീസ് ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ കൗവിൻ്റെയും ജേഴ്സി കൗവിൻ്റെയും ബുള്ളിൻ്റെയും പ്യുവർ ക്യാരക്ടേഴ്സ് ഉള്ള ഓസ്പ്രിങ് ആയിരിക്കും F6ലെ ഓസ്പ്രിങ് എന്ന് പറയുന്നത്. ഓരോ ജനറേഷനിലും നമ്മൾ സെലക്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ, സെലക്ഷൻ നടത്തി സുപ്പീരിയർ മെയിലും ഫീമെയിലും സെലക്ട് ചെയ്ത് ക്രോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ F6 ജനറേഷനിലെ ഓസ്പ്രിങ്സിൽ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് അക്യുമുലേറ്റ് ചെയ്യും. ജനറേഷൻ ബൈ ജനറേഷൻ നമ്മൾ എലിമിനേഷൻ ഓഫ് പ്രോജനീസ് വിത്ത് ലെസ് ഡിസൈറബിൾ ക്യാരക്ടേഴ്സിനെയാണ് നടത്തുന്നത്. ഓരോ ജനറേഷനിലും ലെസ് ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് എന്ത് ചെയ്യപ്പെടുകയും ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഓരോ ജനറേഷനിലും ഡോമിനൻ്റ് ജീൻസിനോടൊപ്പം തന്നെ റിസസീവ് ജീൻസും അക്യുമുലേറ്റ് ചെയ്യാറുണ്ട്. ചില കേസുകളിൽ ഹാംഫുള്ളായിട്ടുള്ള റിസസീവ് ജീൻസ് എക്സ്പോസ് ചെയ്യും. പക്ഷേ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് കൊണ്ട് ഈ ഹാംഫുൾ റിസസീവ് ജീൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. F6ലുണ്ടായ ഓസ്പ്രിങ് എന്ന് പറയുന്നത് പ്യുവർ ലൈൻസ് ആയിരിക്കും, ഓർ ഹോമോസൈഗസ് ആയിരിക്കും. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സുവോളജിയിലെ 5th ചാപ്റ്ററിൽ മെൻഡലിൻ്റെ പയറ് ചെടിയിലെ ബ്രീഡിങ് പഠിക്കുമ്പോൾ അവിടെ എന്താണ് ഇൻബ്രീഡിങ് എന്നുള്ളതും അവിടെ നിങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി കൂടുതൽ പഠിക്കാനാകും. സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻബ്രീഡിങ്. എന്തൊക്കെയാണ് ഇൻബ്രീഡിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ്? ഞാൻ പറഞ്ഞു F6ലുണ്ടായ പ്രോജനി പ്യുവർ ലൈൻ ആയിരിക്കും, ഹോമോസൈഗോസിറ്റി എക്സ്പ്രസ് ചെയ്യും. സോ ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻബ്രീഡിങ് ഈസ് ഇറ്റ് ഇൻക്രീസസ് ഹോമോസൈഗോസിറ്റി, അല്ലെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് പ്യുവർ ലൈൻസ്. So, if we want to produce pure line of any animal, homozygous condition, pure line പെട്ട ഒരു ആനിമലിനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏത് മേറ്റിംഗ് നടത്തിയാൽ മതിയാകും? ഇൻബ്രീഡിങ് നടത്തിയാൽ മതിയാകും. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഹാംഫുള്ളായിട്ടുള്ള റിസസീവ് ജീൻസ് എക്സ്പോസ് ചെയ്യുകയും സെലക്ഷൻ വഴി നമ്മളതിനെ എന്ത് ചെയ്യുകയും ചെയ്യും? എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അനദർ സിഗ്നിഫിക്കൻസ് ഈസ് inbreeding exposes harmful recessive genes and they are not taken for mating and eliminated. ഇനി F6ലെ പ്രോജനിയിൽ സുപ്പീരിയർ ജീൻസ് അക്യൂമുലേറ്റ് ചെയ്യും അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻബ്രീഡിങ്ങിൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് ആണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദി അക്യൂമുലേഷൻ ഓഫ് സുപ്പീരിയർ ജീൻസ് ആൻഡ് എലിമിനേഷൻ ഓഫ് ലെസ് ഡിസൈറബിൾ ജീൻ. So, what are the significance of inbreeding? Inbreeding increases homozygosity, inbreeding exposes harmful recessive genes and they are eliminated.
The third one is it helps in the accumulation of superior genes and elimination of less desirable gene. ഈ ഇൻബ്രീഡിങ് ഞാൻ പറഞ്ഞു 4 to 6 ജനറേഷൻസ് വരെയാണ് നമ്മൾ ഇൻബ്രീഡിങ് നടത്തിയത്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് നടത്തിയാൽ ആഫ്റ്റർ 6 ജനറേഷൻ നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് നടത്തിയാൽ it results in the reduction of fertility and productivity. Continuous inbreeding causes the reduction in fertility and productivity. ഇതിന് പറയുന്ന പേരാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്താണ്? കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗ് റിസൾട്ട്സ് ഇൻ റിഡക്ഷൻ ഇൻ fertility and productivity known as inbreeding depression. അപ്പോൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ, ടു ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ നമ്മൾ ഈ F6-ലുണ്ടായ പ്രോജനിയെ അത് കഴിഞ്ഞ് ഇൻബ്രീഡിംഗ് നടത്തിയാൽ എന്തുണ്ടാകും? ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാകും. F6-ലെ പ്രോജനി എങ്ങനെയാണ് ഉണ്ടായത്? നമ്മൾ മോർ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഓരോ ജനറേഷനിലും സെലക്ട് ചെയ്ത് മേറ്റ് ചെയ്താണ് നമ്മൾ F6 ഉണ്ടാക്കി വെച്ചത് അല്ലേ? അപ്പോൾ ഈ ബ്രീഡിലെ ഈ ഒരു തലമുറയിൽ നിന്നും കിട്ടിയ F6-ലെ ബ്രീഡിനെ ആ ആൻസസ്ട്രിയിലില്ലാത്ത മറ്റൊരു ആൻസസ്ട്രിയിലുള്ള ഒരു സുപ്പീരിയർ ആനിമലുമായി ക്രോസ് ചെയ്യിപ്പിക്കുക. ക്ലിയർ? Mating between animals of the same breed but they are not closely related. സെയിം ബ്രീഡ് തന്നെ. ജേഴ്സി കൗവിനെ നമുക്ക് ജേഴ്സി ബുള്ളുമായിട്ട് തന്നെയാണ് നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ദേ ഡു നോട്ട് ഹാവ് എ കോമൺ ആൻസസ്റ്റർ. നമ്മൾ F6 പ്രോജനി എന്ന് പറയുന്ന ആൻസസ്ട്രിയിൽ വന്ന ആനിമൽ അല്ല. അതുകൊണ്ട് തന്നെ ദേ ആർ അൺറിലേറ്റഡ്, നോട്ട് ക്ലോസ്ലി റിലേറ്റഡ്. സെയിം ബ്രീഡിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലുമായി ക്രോസ് ചെയ്യിപ്പിക്കുക. ഇതിന് പറയുന്ന പേരാണ് ഔട്ട് ക്രോസിങ്. അപ്പം ടു ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ത് ചെയ്താൽ മതി? ഔട്ട് ക്രോസിങ് നടത്തിയാൽ മതി. എന്താണ് ഔട്ട് ക്രോസിങ് എന്ന് ക്ലിയർ ആയല്ലോ? ഔട്ട് ക്രോസിങ് നടത്തുന്നത് മൂലം നമുക്ക് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി റീസ്റ്റോർഡ്. ഫെർട്ടിലിറ്റിയെയും പ്രൊഡക്ടിവിറ്റിയെയും നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഔട്ട് ബ്രീഡിങ്. എന്താണ് ഔട്ട് ഇൻബ്രീഡിങ്? നമ്മൾ പറഞ്ഞു വിത്തിൻ ദ ബ്രീഡ് അല്ലേ? ഒരു ബ്രീഡിനകത്ത് തന്നെയായിരുന്നു. ഔട്ട് ബ്രീഡിങ്, the word itself means out of the breed. Outbreeding ne define ചെയ്താൽ it is the breeding of unrelated animals. In outbreeding ne again we divided into 3 types. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. They are outcrossing, crossbreeding and interspecific hybridization. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ഔട്ട് ക്രോസിങ്. ഔട്ട് ക്രോസിങ് നമ്മൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചു അല്ലേ? എന്താണ് ഔട്ട് ക്രോസിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി മേറ്റിംഗ് ഓഫ് ആനിമൽസ് ഓഫ് ദ സെയിം ബ്രീഡ് ബട്ട് ദേ ആർ അൺറിലേറ്റഡ് അല്ലേ? സെയിം ബ്രീഡാണ് ബട്ട് ദേ ആർ അൺറിലേറ്റഡ്. അൺറിലേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദേ ഹാവ് നോ കോമൺ ആൻസസ്റ്റേഴ്സ് ഫോർ 4 to 6 ജനറേഷൻ. സോ ഔട്ട് ക്രോസിങ് ഈസ് ദ mating of unrelated animals within the same breed having no common ancestors for 4 to 6 generation. Clear ayallo? The second one is crossbreeding. Crossbreeding is the mating of superior male of one breed with the superior female of another breed. That is mating between 2 different breeds. 2 വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട സുപ്പീരിയർ ആയിട്ടുള്ള മെയിലിനെയും സുപ്പീരിയർ ആയിട്ടുള്ള ഫീമെയിലിനെയും മേറ്റ് ചെയ്യുന്നതാണ് ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് കൊണ്ടുള്ള മെച്ചം എന്തൊക്കെയാണ്? ഇറ്റ് അലോസ് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് 2 ഡിഫറെൻറ്റ് ബ്രീഡ്സ് ടു ബി കമ്പൈൻഡ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സുപ്പീരിയർ മെയിലും സുപ്പീരിയർ ഫീമെയിലും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ ക്രോസ് ബ്രീഡിന്. ഡിസൈറബിൾ ആയിട്ടുള്ള ശ്രേഷ്ഠ സ്വഭാവമുള്ള സുപ്പീരിയർ മെയിലിനെയും സുപ്പീരിയർ ഫീമെയിലിനെയും തമ്മിൽ മേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ്
പ്രൊഡക്റ്റിനെ ഈ രണ്ട് പാരൻസിൻ്റെയും ഗുണങ്ങൾ ആ പ്രോജനിയിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്. എന്താണ്? ഇറ്റ് അലൗസ് ദ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ടു ഡിഫറെൻറ്റ് ബ്രീഡ്സ് ടു ബി കമ്പൈൻഡ് ഇൻ ദി ന്യൂ പ്രോജനി. പുതിയതായി കിട്ടുന്ന പ്രോജനിയിൽ ദ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് ദി ടു ബ്രീഡ്സ് ക്യാൻ ബി കമ്പൈൻഡ്. സോ ദ പ്രോജനി ഹൈബ്രിഡ് ആനിമൽസ് യൂസ്ഡ് ഫോർ commercial production. Many new animals are developed by this approach, that is cross breeding. നമുക്ക് ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിൾസ് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് ഒരു റെഡ് സിന്ധി ബുള്ള്, ഒരു ബ്രീഡിൽപ്പെട്ട റെഡ് സിന്ധി ബുൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? റെസിസ്റ്റൻസ് ടു ഡിസീസാണ്, രോഗപ്രതിരോധ ശേഷി കൂടിയ ബുള്ളാണ് ഒരു ബ്രീഡിൽപ്പെട്ടത്. ഇതിനെ നമ്മൾ മോർ ലാക്ടേഷനുള്ള, പാലുൽപാദന ശേഷി കൂടുതലുള്ള ഫീമെയിൽ പാരൻ്റ് ഒരു ജേഴ്സി പശുവായിട്ട് നമ്മൾ മേറ്റ് ചെയ്യിപ്പിച്ചു. ദാറ്റ് ഈസ് ക്രോസ് ബ്രീഡിങ്. രണ്ട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഇൻഡിവിജ്വൽസ്, പാരൻ്റാണ് അല്ലേ, മെയിൽ പാരൻറ്റും ഫീമെയിൽ പാരൻറ്റും. രണ്ടിനും രണ്ട് ശ്രേഷ്ഠ സ്വഭാവങ്ങളുണ്ട്. അവയെ തമ്മിൽ നമ്മൾ മേറ്റ് ചെയ്യിപ്പിച്ച് കിട്ടിയ പ്രോജനി, ദാറ്റ് ഈസ് കോൾഡ് ജെർസിന്ത്. ഈ പ്രോജനി ഹൈബ്രിഡ്, ക്രോസ് ഹൈബ്രിഡ് എന്ന് പറയും, ജെർസിന്ത്. അപ്പോൾ ജെർസിന്ത് ഈസ് എ ഹൈബ്രിഡ് ഓഫ് കാറ്റിൽ ഡെവലപ്ഡ് ബൈ ക്രോസിങ് റെഡ് സിന്ധി ആൻഡ് ജേഴ്സി. നമുക്ക് ക്രോസ് ബ്രീഡിങ്ങിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹിസാർഡേൽ ഈസ് എ ഷീപ്പ് വെറൈറ്റി ഡെവലപ്ഡ് ഇൻ പഞ്ചാബ് ബൈ ക്രോസിങ് ബിക്കനേരി ആൻഡ് മറേനോ. പഞ്ചാബിൽ ബിക്കനേരി എന്ന് പറയുന്ന ഫീമെയിൽ ഷീപ്പിനെ മറേനോ എന്ന് പറയുന്ന മെയിൽ ഷീപ്പുമായി ക്രോസ് ചെയ്യിപ്പിച്ച് കിട്ടിയ ഒരു ക്രോസ് ഹൈബ്രിഡാണ് ഹിസാർഡേൽ. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ഇൻ്റർ സ്പെസിഫിക് hybridization, the third category of animal breeding. It is the mating of animals between two different species. രണ്ട് വ്യത്യസ്ത സ്പീഷീസിൽ, റിലേറ്റഡ് സ്പീഷീസ് ആയിരിക്കണം, രണ്ട് വ്യത്യസ്ത സ്പീഷീസിലെ ആനിമൽസിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ഈസ് ദി മേറ്റിംഗ് ഓഫ് ആനിമൽസ് of two different species. ഇവിടെയും the progeny combines the desirable characters of both the parent. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷന്. Mule is an example for interspecific hybridization where a male donkey is crossed with a female horse. രണ്ടിൻ്റെയും ഗുണങ്ങൾ ഇതിലുണ്ടാവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്കണോമിക്കലി വാല്യുബിൾ ആണ്. കുതിരയെ പോലെ അതിനെന്ത് ചെയ്യണം? വേഗത ഉണ്ടായിരിക്കണം. കഴുതയെ പോലെ എന്തും പറ്റണം? ഭാരം വലിക്കാനും പറ്റണം. സോ എക്കണോമിക്കലി വാല്യുബിളായിട്ടുള്ള ഒരു പ്രോജനിയാണ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാകുന്നത്. ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് എന്താണ്? ദേ ആർ സ്റ്റെറൈൽ, ദേ ആർ നോട്ട് ഫെർട്ടൈൽ അല്ല ഈ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ആനിമൽ ബ്രീഡിംഗ് ക്ലിയർ ആയല്ലോ. ആനിമൽ ബ്രീഡിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇൻ ബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. ഔട്ട് ബ്രീഡിംഗ് ഈസ് അഗെയിൻ കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 types. They are outcrossing, cross breeding and interspecific hybridization. മൃഗങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? നല്ല ക്വാളിറ്റീസുള്ള ഒരു സുപ്പീരിയർ മെയിലിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ സുപ്പീരിയർ മെയിലിൽ നിന്നും സെമൻ നമ്മൾ കളക്ട് ചെയ്യുന്നു. സെമൻ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഓഫ് ദ ഫീമെയിൽ ആനിമൽ. ഫീമെയിൽ ആനിമലിൻ്റെ വജൈന റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലോട്ട് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുക. സെമനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രോസൺ ആക്കിയിട്ട് ഫ്യൂച്ചർ യൂസിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? നോർമൽ മേറ്റിങ്ങിൽ ഉള്ള പല പ്രശ്നങ്ങളെയും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അതുമാത്രമല്ല, ജോഗ്രഫിക്കലി ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള 2 ഏരിയയിലുള്ള എന്നാൽ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള 2 ഇൻഡിവിജ്വൽസിനെ മേറ്റ് ചെയ്യുന്നതിനും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സക്സസ് ഓഫ്
animal breeding using artificial insemination is very low. So they developed a new technique that is known as MOET. എന്താണ് MOET എന്ന് നമുക്ക് നോക്കാം. MOET, it is multiple ovulation embryo transfer technology. M for multiple, O ovulation, embryo, E for embryo, T transfer, multiple ovulation embryo transfer technology. ഇതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഹേർഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ സ്റ്റെപ്സ് എന്താ നമുക്ക് നോക്കാം. ഒരു ഡിസൈറബിളായിട്ടുള്ള ക്വാളിറ്റീസുള്ള ഒരു ഫീമെയിൽ, സുപ്പീരിയർ ഫീമെയിൽ, കാറ്റിൽസിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ കൗ സെലക്ട് ചെയ്യുക. എന്നിട്ട് ദ കൗ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് വിത്ത് ഹോർമോൺസ് ലൈക്ക് FSH ആക്ടിവിറ്റി, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ കൗവിനെ നമ്മൾ FSH ആക്ടിവിറ്റിയുള്ള ഒരു ഹോർമോണ് കൗവിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് ഇൻഡ്യൂസസ് മെച്ചുറേഷൻ ഓഫ് ദ ഫോളിക്കിൾ റിസൾട്ടിങ് സൂപ്പർ ഓവുലേഷൻ. ഫോളിക്കിൾ മെച്ചുറേഷൻ നടക്കുകയും സൂപ്പർ ഓവുലേഷൻ ഉണ്ടാകുകയും ചെയ്യും. എന്താണ് സൂപ്പർ ഓവുലേഷൻ എന്ന് പറയുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് 1 egg ഇറ്റ് പ്രൊഡ്യൂസസ് 6 to 8 eggs per cycle. ഒരു എഗ്ഗ് മെച്ചുറാകേണ്ട സ്ഥലത്ത് 6 to 8 എഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് സൂപ്പർ ഓവുലേഷൻ. സൂപ്പർ ഓവുലേഷൻ സാധ്യമാക്കിയത് എങ്ങനെയാണ്? ഫോളിക്കുലാർ മെച്ചുറേഷൻ വഴി. ഫോളിക്കുലാർ മെച്ചുറേഷന് നമ്മൾ എന്താ ചെയ്തത്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്തു കവിൽ. ഇപ്പോൾ എന്തുണ്ട്? ഒരു എഗ്ഗിന് പകരം 6 to 8 എഗ്സ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ കൗവിനെ ഒരു എലൈറ്റ് ബുള്ളുമായി നോർമൽ മേറ്റിങ്ങിന് അനുവദിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്താം, അല്ലേ? ഒരു എലൈറ്റ് ബുള്ളിൻ്റെ സെമൻ കളക്ട് ചെയ്ത് കൗവിൽ ഇഞ്ചെക്റ്റ് ചെയ്യാം. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫെർട്ടിലൈസേഷൻ ഓഫ് ഓൾ എഗ്സ് റിസൾട്ടിങ് zygote formation. So 6 to 8 zygotes are produced. Zygotes develops into embryos. When these zygote develops into embryos, at 8 to 32 cell stage, zygote ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്ന സമയത്ത്, എംബ്രിയോ ഒരു 8 to 32 സെൽഡ് കണ്ടീഷനിൽ ദീസ് എംബ്രിയോസ് ആർ റിക്കവേർഡ് ഫ്രം ദി കൗ. They are removed non-surgically and transferred into the surrogate mothers for further development. ഇപ്പം 8 എംബ്രിയോസ് ആണ് നമ്മൾ നോൺ സർജിക്കലി റിമൂവ് ചെയ്തെങ്കിൽ 8 സറഗേറ്റ് മദേഴ്സിലോട്ട് നമ്മൾ ഈ എംബ്രിയോസ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ വിൽ ടേക്സ് പ്ലേസ് ഇൻ ദി സറഗേറ്റ് മദേഴ്സ് ആൻഡ് ദ ജനറ്റിക് മദർ. ആദ്യം നമ്മൾ FSH ഹോർമോൺ അപ്ലൈ ചെയ്ത individual ഇല്ലേ, that is the genetic mother. The genetic mother is available for another round of super ovulation. ആ കൗവിനെ ഇനി നമുക്ക് ഒരു സൂപ്പർ ഓവുലേഷനും കൂടി വിധേയമാക്കാം. ഇങ്ങനെ ഒരു ബ്രീഡിംഗ് നടത്തിയാലുള്ള ഗുണം എന്താണ്? We can produce 6 to 8 new individuals at a time, within a short span of time. ഒരു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള, ഒരേ സ്വഭാവമുള്ള 6 to 8 ന്യൂ ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ഹേർഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. സക്സസ്ഫുള്ളി MOET ഈസ് അപ്ലൈഡ് ഇൻ ഹോഴ്സസ്, കാറ്റിൽസ് എക്സെട്ര. ആനിമൽ ബ്രീഡിംഗ് വഴി ഡെവലപ്പ് ചെയ്തെടുത്ത വിവിധ ഇനങ്ങളായിട്ടുള്ള കാലികളുടെയും പക്ഷികളുടെയും ഒക്കെ വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ കുറിക്കുക. പ്ലാന്റ് സോഴ്സസിൽ നിന്നും കിട്ടുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന പുതിയ ഒരു മെത്തേഡുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം.